അല്പസമയം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാറുന്നില്ല എനിക്ക്. അവളോട് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ആജ്ഞാപിക്കാൻ നീ ആരാ? ഞാൻ ആജ്ഞാപിച്ചിട്ടൊന്നുമില്ല, സാധാരണ രീതിയിലാ പറഞ്ഞതമ്മേ. ചന്ദ്രഭാമയുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അടിക്കാത്ത മരുമോളും അടിക്കും അല്ലേ? അമ്മാതിരി ഒരു വർത്താനാണ് പറയണത്. ശ്രുതിയുടെ കയ്യിലൊരു കുന്തമില്ല. ശ്രുതിയുടെ ഭർത്താവ് 17-ാം വയസ്സിൽ തന്നെ ഇട്ടിട്ട് പോയതാ. ഒരു കുട്ടിയുണ്ട്. ഇനി ഞങ്ങടെ അതൊക്കെ വെറുതെ പറയണതാ. രണ്ടാമത് കല്യാണം കഴിച്ച് അവിടെ ജീവിക്കുന്നുണ്ട്, ഇവള് പിണങ്ങി ഈ നാട്ടിലാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ തള്ളണതാ. സത്യം പറഞ്ഞ ചന്ദ്രഭാമ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിനെ പിടിച്ച് ആദ്യം പുറത്താക്കും. ചന്ദ്രഭാമ അറിഞ്ഞില്ല. ചന്ദ്രയുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ വലിയ ബിസിനസ്സാണ്, ഭയങ്കര സംഭവമാണ്. ഇനിയിപ്പോൾ സ്വർണ്ണമാലയൊക്കെ കുറേ കിട്ടും, കയ്യിൽ വള, എന്തൊക്കെ പുകയില ഭാമ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ചന്ദ്രഭാമയുടെ കാര്യം കട്ടപ്പൊക്കെയായിട്ടുണ്ട്. രേവതീനെ കണ്ണടത്ത കണ്ടൂടാ ആ പെണ്ണുമ്പിള്ളക്ക്. അയ്യോ, ഇങ്ങനൊരു അമ്മായിമ്മ തള്ളേനെ. ചായ വെച്ച് കൊണ്ടു കൊടുത്തോന്ന് പറഞ്ഞപ്പോ അവള് ഞാനോ അവള് അഹങ്കാരിയാണ്. അല്ല, അത് തള്ള അങ്ങനെ ആക്കി വെച്ചേക്കുന്നതാ. വലിയ പണക്കാരിയാന്നേ. വലിയ പണക്കാരി. കൊറേ കഴിഞ്ഞ അതൊക്കെ 15 പേര് ജോലിക്കാരുണ്ടത്ര അവളുടെ വീട്ടില്. തള്ള പറയില്ല 15. അപ്പൊ രേവതി പറഞ്ഞപ്പോ രേവതിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. രേവതി അതാണ് ചൂടായിട്ട് മറുപടി, നല്ല ചൂടൻ മറുപടി കൊടുക്കണം. 15 ചുട്ടപ്പം പോലെ ഇവിടെ ആക്കിയാൽ മതി എന്നാളെ ഒരു ദിവസം പറയുന്നത്. ഇതേപോലെ അങ്ങനെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയണ ചന്ദ്രഭാമയുടെയും ശ്രുതിയുടെ ഒക്കെ കത്തിക്കല് കഴിയും. അവനുള്ളുമ്പോ തള്ളക്ക് പേടിയാ. വേണമെങ്കിൽ അവള് വെച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറയും. പറഞ്ഞിട്ടുണ്ട് നീ നല്ല ഒന്നാമത്തെ ശ്രുതിക്ക് ചായ വെച്ച് കൊടുക്കാനല്ലല്ലോ രേവതിയോടെ പോയിട്ടുള്ളത്, സച്ചിക്ക് ചായ വെച്ച് കൊടുക്കാനല്ലേ. എന്തായാലും കൊള്ളാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു. രേവതി നല്ല രീതിയിൽ ചന്ദ്രഭാമയ്ക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. മൂട്ടം വരുമ്പോഴല്ലേ അതന്നെയാണ്.